Welcome to Kaula Kitchen Magic Season 3. അപ്പോൾ സെമി ഫൈനലിസ്റ്റുകളായിട്ടുള്ള ഈ 6 മത്സരാർത്ഥികളും സെമി ഫൈനൽ മത്സരത്തിന് മുന്നോടിയായിട്ട് അവർക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു റൗണ്ടും കൂടി കൊടുത്തിരുന്നു. അതും അവർ ഫേസ് ചെയ്തു. ഇനി അവർ തയ്യാറെടുത്ത് വന്നിരിക്കുകയാണ് സെമി ഫൈനൽ റൗണ്ടിലേക്ക്. ഇത് സാധാരണഗതിയിൽ ഒരു സർപ്രൈസ് റൗണ്ടാണ്. സെമി ഫൈനൽ റൗണ്ട് വളരെ വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സെമി ഫൈനൽ റൗണ്ട് കാണുക, ആസ്വദിക്കുക. അങ്ങനെ രശ്മി ഒരുപാട് വിഭവങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു. രശ്മിയെ വിളിക്കാം. രശ്മി വരും. ഓക്കെ രശ്മി കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെന്താണ്? വെൽക്കം ലെമൺ ആൻഡ് മിൻറ്റ്. ഓക്കെ, സ്റ്റാർട്ടർ പ്രോൺസ് വട, ഈരവട, പ്രോൺസ് വട. അത് കോഴി സമ്പലു, അത് തേങ്ങ, ശരിക്കും തേങ്ങ, ഉണക്കമീനും എല്ലാം കൂടി ചേർന്നത് ചട്നി. അത് സാധാരണ അവർ അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കും. അങ്ങനത്തെ ഒരു ഫേമസ്. പിന്നെ ഇത് സൂപ്പ്, മുളകത്തനി സൂപ്പ്, ശ്രീലങ്കൻ സ്റ്റൈൽ. പ്രോൺസ് ബിരിയാണി, പിന്നെ ഒരു റൊട്ടി. അവരതിന് റൊട്ടി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് അവരുടെ അത് ജാഫ്ന സ്പെഷ്യലാണ്. ജാഫ്ന വെജ് കറി. അത് ശ്രീലങ്കൻ നോർമൽ ചിക്കൻ കറി. അതൊരു പൊരിയലോ. അത് 2 സ്വീറ്റ്സ്, 3 സ്വീറ്റ്സ് ഉണ്ട്. ഒന്ന് വെജ് ഫ്രൂട്ട്സ് സലാഡാണ്. ഇത് പോൾഡോസി എന്ന് പറയും. അതായത് കോക്കനട്ട് ടോഫി. പോൾഡോസി മീൻസ് തേങ്ങ. ദിസ് ഇസ് സൗ ഡൊഡോൾ. പേരൊക്കെ പഠിച്ചു. സൗ ഡൊഡോൾ പറഞ്ഞാൽ അത് നമ്മുടെ പുട്ടുണ്ടാക്കിയിട്ട് അതിൽ പിന്നെ ശർക്കരപ്പാനിയും തേങ്ങയും ചേർത്ത്. അപ്പോൾ നമുക്കൊന്ന് കണ്ട് നോക്കാം ആദ്യം അല്ലേ. കുറച്ച് സമയം എടുക്കും കണ്ട് തീരാൻ. എന്തായാലും രശ്മി തയ്യാറാക്കിയ എല്ലാ ശ്രീലങ്കൻ വിഭവങ്ങളും കാണും. ഹായ്, അങ്ങനെ ഞങ്ങളുടെ ഈ മത്സരം ഒരു അവസാന സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ സെമി ഫൈനലാണ്. അതിന് വേണ്ടിയിട്ട് ഒരു റീജിയണൽ ലഞ്ച് തയ്യാറാക്കാനാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഒരു ശ്രീലങ്കൻ ലഞ്ചാണ് ഞങ്ങളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ പലതരത്തിലുള്ള വിഭവങ്ങൾ ഞങ്ങളിവിടെ തയ്യാറാക്കുന്നുണ്ട്. ഒരു ലഞ്ചിന് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ഒരുക്കാൻ പറ്റുമോ അതെല്ലാം ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എപ്പോഴും ഒരു ലഞ്ചിൽ ആദ്യം നമ്മൾ ഒരു സൂപ്പാണ് കഴിക്കുക. അപ്പോൾ ആ സൂപ്പിന് വേണ്ടിയിട്ട് ഒരു മുളകത്തനി സൂപ്പാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രോൺസിൻ്റെ തല, വൃത്തിയാക്കിയ തല, പിന്നെ കുറച്ച് പരിപ്പ്, കുറച്ച് ഉള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, 2 പച്ചമുളക്, അല്പം മഞ്ഞൾപ്പൊടി, ഇത്ര ഇട്ടൊന്ന് നമുക്ക് ഇത് ബോയിൽ ചെയ്യാം ആദ്യം. അതുപോലെ പ്രോൺസ് ബിരിയാണി ഞാനിവിടെ തയ്യാറാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് അരി ഞാനിവിടെ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ഡിഷായിട്ടൊരു ചിക്കൻ ഞാനിവിടെ ശ്രീലങ്കൻ സ്റ്റൈലിലുള്ളൊരു ചിക്കൻ കറി ഞാനിവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് ഒരു കടായി അടുപ്പത്തേക്ക് വെക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഹോൾ സ്പൈസസ് ഇടുകയാണ്. ഇതൊക്കെ നമുക്കൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട് ഇതിൽ. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു ഞാനതിലേക്ക്. റിഫൈൻഡ് ഓയിലാണ് ഇപ്പോൾ ഇതിന് ഞാൻ എടുക്കുന്നത്. ഇനി ഇതൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് കുറച്ച് ഉള്ളി ഇതിലേക്ക് ഇടാം. കുറച്ച് ചെറിയ ഉള്ളി കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് 2ആയിട്ട് മുറിച്ചിട്ടാൽ മതി. വലുതാണെങ്കിൽ, തീരെ ചെറുതാണെങ്കിൽ അതുപോലെ ഇട്ടാലും മതി. ഇതിലേക്കൊരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതൊന്ന് നന്നായി മൂക്കുമ്പം നമുക്കിതിലേക്കൊരു തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു സ്റ്റാർട്ടർ തയ്യാറാക്കുന്നുണ്ട്. സ്റ്റാർട്ടറിന് വേണ്ടിയിട്ട് ഒരു ഇരവടയാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇരവട എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോൺസ് കൊണ്ടുള്ളൊരു വടയാണ്.
ഇനി കുറച്ച് നാളികേരം കൂടെ നമുക്ക് ഇതിലേക്ക് വറുത്തെടുക്കാനുണ്ട്. ഇത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നാളികേരം നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പം ഇത് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മാറ്റി വെച്ചിട്ട് നമുക്ക് അല്പം മസാലകൾ ഇട്ട് കൊടുക്കാം. ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല. അവരുടെ അവിടെ കറി പൗഡർ എന്ന് പറഞ്ഞിട്ടൊരു ഇത് കിട്ടും, അതാണ് യൂസ് ചെയ്യുക. അതുപോലെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല. പണ്ടൻ ലീഫ്. അപ്പം ഇതൊന്ന് സോട്ടായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. ആദ്യം ഇട്ട് വെച്ച് ഈ ഗരം മസാലകളൊന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. ഇതിലേക്ക് ഈ മസാലപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഈ മിക്സിയിൽ തന്നെ നമുക്ക് ആ പേസ്റ്റും കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് വനസ്പതിയും കുറച്ച് എണ്ണയും രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് റിഫൈൻഡ് ഓയിലും കൂടെ ഞാൻ ഒഴിക്കുകയാണ്. ഈ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് ഉള്ളി ഒന്ന് വറുത്ത് വെക്കാം. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് എണ്ണയിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. പെരിഞ്ജീരകം, ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഈ ചിക്കനിലേക്ക് നമുക്ക് ഈ അരച്ച മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ബിരിയാണി മസാലയാണ് ഞാൻ ചേർക്കുന്നത്. അവർ കറി പൗഡറാണ് യൂസ് ചെയ്യുക. കുറച്ച് മുളക് പൊടി, കുറച്ച് പ്രോൺസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരല്പം ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും കൂടെ ഇടാം. ഇനി അരി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂക്കണം. ഇനി ചിക്കൻ കറിയിലേക്ക് അല്പം പുളി കൂടെ പിഴിഞ്ഞൊഴിക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ച് തേങ്ങാപ്പാലും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ച വെള്ളം വേണം നമുക്കൊന്ന് ചേർക്കാൻ. ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് ഒരു പൊരിയലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മുടെ ഉപ്പേരിയൊക്കെ ഇല്ലേ, തോരനൊക്കെ പോലെ, അതുപോലെ. അപ്പോൾ അതിന് ക്യാരറ്റും ക്യാബേജുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് കുറച്ച് കടുകിടാം. കുറച്ച് ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് സവാള, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഈ ക്യാബേജും ക്യാരറ്റും, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 3-4 വെളുത്തുള്ളി, ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റിൽ റെഡിയാവും. കുതിർക്കാൻ വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഒന്ന് അരച്ചെടുക്കാൻ പോവാണ്. ഇതിലേക്ക് കടലപ്പരിപ്പിലേക്ക് കുറച്ച് പെരിഞ്ജീരകം, ഒരു 3 മുളക്. ഇതായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നാളികേരം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മുടെ ഇരുവടയാണ് ഞാൻ തയ്യാറാക്കുന്നത്. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാറ്റി വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ചേർക്കണം.
പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. മുളക് പൊടി ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് ഈ നമ്മുടെ കൊഞ്ചൊന്ന്, ഇത് വലിയ കൊഞ്ചാണ്, ഇതിന് സാധാരണ ചെറിയ കൊഞ്ചാണ് യൂസ് ചെയ്യാറ്. വലുതായതുകൊണ്ട് ഞാനിതൊന്ന് കട്ട് ചെയ്തിടുകയാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ബൈൻഡിങ് കിട്ടാൻ വേണ്ടി കുറച്ച് കടലമാവ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. നമുക്കിതിങ്ങനെ ഒരു വടയുടെ ഷേപ്പിലെടുത്ത് ചുട്ടെടുക്കാം. ഒരു സ്വീറ്റ്സ് നമുക്ക് തയ്യാറാക്കണം. ഞാനൊരു പോൾ ടോഫിയാണ് തയ്യാറാക്കുന്നത്. പോൾ ടോഫി എന്ന് പറഞ്ഞാൽ കോക്കനട്ട് ബർഫി. ഇതിലേക്ക് ഈ നാളികേരം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് സോട്ട് ചെയ്യണം. നമ്മുടെ ഇരവട റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് അരട്ടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. അല്പം പഞ്ചസാര കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു ജാഫ്ന സ്റ്റൈൽ സാമ്പിളാണ്. അപ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ഇത് മൂത്ത് വരുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് പൊടികൾ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, നേരത്തെ പൊടിച്ചു വെച്ച ഈ ഗരം മസാല, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലിലാണ് നമ്മൾ വേവിക്കാൻ പോകുന്നത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് രമ്പയിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് അവിടെ പണ്ടൻ ലീഫാണ് യൂസ് ചെയ്യുന്നത്. ഇത് വെന്ത് കഴിഞ്ഞിട്ട് കുറച്ച് പുളി പിഴിഞ്ഞതും തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് ഫിനിഷ് ചെയ്യണം. അപ്പോൾ ഇതൊന്ന് വേവാനായിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. മുളകത്താണി സൂപ്പിന് വേണ്ടിയുള്ള ഞാൻ വേവിച്ച് വെച്ചിരുന്നു. ഇനി ഇത് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇതിലേക്ക് ആഡ് ചെയ്യണം. അതോടെ ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. സൂപ്പിന് വേണ്ടി ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് തുറന്നെടുക്കാം. ഇനി അത് സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഇതിലാണ് ബാക്കിയുള്ള കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് നമ്മൾ ബോയിൽ ചെയ്ത് എടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് കുറച്ച് മസാല നമ്മൾ പൊടിച്ച് വെച്ചത് ആദ്യം ഇട്ട് കൊടുക്കണം. കുറച്ച് ചെറിയ ഉള്ളി, രണ്ട് ബീൻസ്, ക്യാരറ്റ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി അരച്ചത് ഇത്രയിട്ടൊന്ന് വാട്ടി ഇതൊന്ന് സ്ട്രെയിൻ ചെയ്ത് ഒഴിക്കാം. ഇതിൽ അല്പം കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് പുളി, കുറച്ച് ഉപ്പ്, ഇതൊന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാൽ നമുക്ക് ചേർക്കാനുണ്ട്. ഈ മുളകത്താണി സൂപ്പൊന്ന് തിളക്കട്ടെ. അതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ബ്രിഞ്ചാളൂടെ ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം രമ്പയിൽ ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് പോൾ സാമ്പിൾ തയ്യാറാക്കാം. അത് പോൾ സാമ്പിൾ എന്ന് പറഞ്ഞാൽ തേങ്ങ ഇട്ടിട്ടുള്ളൊരു ചമ്മന്തിയാണ്. തേങ്ങയും ഉണക്കമീനും ഒക്കെ കൂടെ ഉള്ളത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഉണക്കമുളകൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം. കുറച്ച് എണ്ണ ചൂടാക്കാം. ഇതിലേക്ക് കുറച്ച് മുളക്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഉണക്കമീൻ,
മുളക്, ഒരൽപ്പം സോംഫ്, അതായത് പെരിഞ്ജീരകം, ഇത്രയും ഇട്ടിട്ട് ഈ മീനൊന്ന് ക്രിസ്പി ആവണം. ഇനി ഇതിലേക്ക് ഈ നാളികേരം കൂടെ ചേർത്ത് നമുക്ക് അരയ്ക്കാം. മുളകത്താണി സൂപ്പിലേക്ക് നമുക്ക് കുറച്ച് നാളികേരപ്പാൽ ചേർക്കാനുണ്ട്. അതുപോലെ ഈ നമ്മുടെ ഈ സാമ്പലിലേക്കും വെജിറ്റബിൾ ജാഫ്ന സാമ്പലിലേക്കും കുറച്ചൊരു നാളികേരപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കണം. ആദ്യം വെജിറ്റബിൾസ് കുക്കായി ഒന്ന് നോക്കാം. കുറച്ച് നാളികേരപ്പാൽ കൂടെ ചേർത്ത് കുറച്ച് പുളിയുടെ പേസ്റ്റ് കൂടെ ചേർക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഈ കറി നമുക്ക് മാറ്റി വയ്ക്കാം. കുറച്ച് പുട്ടിന് ഞാനിങ്ങനെ നനച്ചിട്ടുണ്ട്. ഇതൊരു സ്വീറ്റായിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിന് സ്റ്റീമർ ഞാൻ വെച്ചിട്ടുണ്ട്. സ്റ്റീമറിൽ വെള്ളം ഒഴിച്ച് ഈ പുട്ടൊന്ന് വേവിച്ച്, ഇത് ഞാൻ ചിരട്ടയിലാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്കത് ഇതിൻ്റെ പേര് ഡൊഡോൾ എന്നാണ്. ഇതൊരു സ്വീറ്റ് ഡിഷാണ് ശരിക്ക്. ഈ പുട്ട് നനച്ച് അതിൽ ശർക്കരയുടെ പനി ചേർത്ത് തയ്യാറാക്കുന്നതാണ്. അപ്പം അതിന് വേണ്ടി നമുക്ക് ശർക്കര പനിയും തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ശർക്കര ചീകി വെച്ച പൊടിയാണിത്. അതും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് ചൂടാക്കാം. ഇനി അടുത്തത് നമുക്ക് ഒരു റുമാലി റൊട്ടി പോലത്തെ തയ്യാറാക്കാം. പൊറോട്ട. അതിൽ ഫ്ലേക്സ് ഒന്നും വരുന്നില്ല, സിമ്പിളായിട്ടുള്ളതാണ്. നമ്മുടെ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി അത് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇത് ശർക്കര ഉരുകിയിട്ടുമുണ്ട്. ശർക്കര ഒന്ന് മാറ്റി വയ്ക്കാം. ഒരു തവ വയ്ക്കാം. ഈ പുട്ട് ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്യണം. നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഡിഷുകളിലേക്ക് മാറ്റിയാൽ മതി. അങ്ങനെ ഞങ്ങളുടെ സെമി ഫൈനൽ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും ഭയങ്കര ആങ്സൈറ്റിയിലിരിക്കുകയാണ്. എല്ലാവരും ശ്രീലങ്കൻ, നമ്മളെയൊക്കെ സംബന്ധിച്ചൊരു ന്യൂ കുസിനാണിത്. നമ്മളൊന്നും വീട്ടിൽ സാധാരണ ശ്രീലങ്കൻ ആരും തയ്യാറാക്കാറില്ലല്ലോ. പക്ഷേ എല്ലാവരും ശ്രീലങ്കൻ വിഭവങ്ങളൊക്കെ തയ്യാറാക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഓരോരുത്തരായി ജഡ്ജസിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പോവാണ്. അവരോട് ചോദിച്ച് നമുക്ക് അഭിപ്രായങ്ങൾ അറിയാം. ഇനി നമ്മളുടെ പരിപാടി ടേസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ചില്ലറ ടേസ്റ്റിംഗ് അല്ല. എല്ലാം പ്രോൺസ് ആണ് കൂടുതലും അല്ലേ? കുറേ എല്ലാം പ്രോൺസ് ആണ്, കൂടുതലും പ്രോൺസ് ആണ്. വാട്ടർ ഇസ് ഗുഡ് ഫ്രഷ് അല്ലേ അല്ലേ? അയ്യോ, തുടങ്ങാം. സൂപ്പ് ഒന്ന് തുടങ്ങാം. സൂപ്പ് ഒരു തുള്ളി ആയിക്കോട്ടെ. അതെ. ആൻഡ് റൊട്ടി, മൈദ റൊട്ടി. നൈസ് ബാസ്ക്കറ്റ്. ജാഫ്ന വെജിറ്റബിൾ കറി. ഒരു ജാഫ്ന ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. നന്നായിട്ടുണ്ട്. പ്രോൺസ്, അതും പ്രോൺസ് അല്ല, ഉണക്കമീൻ. That's fine. ചമ്പലു is nice. ചിക്കൻ കറി. നിങ്ങളിപ്പോൾ ഇച്ചിരി ക്വാണ്ടിറ്റി ഒക്കെ കുറച്ചിരിക്കുവാ ഞാനും കൃഷ്ണൻ അല്ലേ? ടേസ്റ്റ്, ഹെൽത്ത് റീസൺസ്. സംതിങ് ഡിഫറെൻറ്റ്. കുഴപ്പമില്ല, ഒരു വ്യത്യാസമാണ് അല്ലേ? ഗുഡ്, നന്നായിരിക്കും. ഒരു കുഴപ്പമില്ല.
നമ്മൾ ബർഫി പേടിച്ചിട്ട്. That is good. Prawns rice is good. Rice is actually nice. നന്നായിട്ട്. ഓക്കെ, നമുക്കിനി ആരോമലിനെ വിളിക്കാം. ആരോമൽ ഓക്കെ. ആരോമൽ എന്തൊക്കെയാണ് ശ്രീലങ്കനായിട്ടുണ്ടാക്കി? ഫ്യൂഷൻ അല്ലേ? ഇല്ലേ, ശ്രീലങ്കൻ. ശ്രീലങ്കൻ ഞാൻ നെറ്റിൽ നോക്കിയതാ. നെറ്റ് നോക്കി കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് ഇത്? ജിഞ്ചർ ജ്യൂസ്, ജിഞ്ചർ ജ്യൂസ്. അപ്പം ജിഞ്ചർ മാത്രമേ ഉള്ളൂ? ലെമൺ ജ്യൂസ് ഉണ്ട്, പക്ഷേ ജിഞ്ചറാ കൂടുതൽ. സൂപ്പ് എന്താണ്? കോളിഫ്ലവർ. എന്നൊക്കെ പറയാം, ശ്രീലങ്കൻ പേരുകൾ പറയണം. കോളിഫ്ലവർ സൂപ്പ് എന്നൊന്നും പറഞ്ഞാൽ ശ്രീലങ്കൻ ആവില്ല. ഇപ്പോൾ കോണ്ടിനെന്റൽ സൂപ്പും കോളിഫ്ലവറിൽ വെച്ച് നമുക്ക് ചെയ്യാമല്ലോ. കോണ്ടി അല്ല, ഇത് White pepper. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച സൂപ്പാണ്. വൈറ്റ് പേപ്പർ കിട്ടുന്നുണ്ടോ? തേങ്ങാപ്പാൽ ഒഴിച്ചു, അതുകൊണ്ട് ശ്രീലങ്കൻ. ഓക്കെ, റൈസ് എന്താണ്? ഫ്രൈഡ് റൈസ്. ശ്രീലങ്കൻ ഫ്രൈഡ് റൈസ്. ഫ്രൈഡ് റൈസ് അതിൽ തേങ്ങാപ്പാലാണോ വേവിച്ചത്? അല്ലല്ല, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക്. ബേൺഡ് ഗാർലിക്. ഇഞ്ചി വെളുത്തുള്ളി അല്ലെങ്കിൽ ചേർക്കില്ലേ? ഗാർലിക് ചേർക്കില്ലേ ഫ്രൈഡ് റൈസ്? ഗാർലിക് ഫ്രൈഡ് റൈസ്. ഓക്കെ, ഫൈൻ. ഇതെന്താണ്? റൊട്ടി. ചപ്പാത്തിയുടെ ചെറിയ ഫോമാണ് റൊട്ടി. റൊട്ടി വീറ്റ്, ഗോതമ്പ്. പിന്നെ ഫിഷ് ഫ്രൈ. ഫിഷ് ഫ്രൈ. ഓക്കെ, ഇത് ഫിഷ് കറി. ശ്രീലങ്കൻ ചിക്കൻ കറി. ചിക്കൻ കറി. പ്രോൺസ്. പ്രോൺസ് മാത്രമേ ഉള്ളൂ? പ്രോൺസും പിന്നെ കുറച്ച് തേങ്ങ പേസ്റ്റ്. അരച്ച്. ഓക്കെ, ഇത് ദാൽ വെച്ചിട്ടൊരു സാധനം അല്ലേ? അതിനൊക്കെ പേരുണ്ടല്ലോ, അതിനൊന്നും പേര് ഓർക്കുന്നില്ല അല്ലേ? ശ്രീലങ്കൻ പേരുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആരോമൽ കുറേ ശ്രീലങ്കൻ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആരോമലിൻ്റെ ശ്രീലങ്കൻ ഐറ്റംസ് ഓരോന്നോരോന്നായിട്ട് കണ്ടത്. ഇത് ഞങ്ങളുടെ സെമി ഫൈനൽ റൗണ്ടാണ്. ഇതിൽ മാം പറഞ്ഞിരിക്കുന്നത് ശ്രീലങ്കൻ ലഞ്ച് പ്രിപ്പയർ ചെയ്യാനാണ്. 2 മണിക്കൂർ സമയമുണ്ട്. നമുക്ക് ആദ്യം ചെയ്യാൻ പോകുന്നത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് അരി വേവിച്ചെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ആട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് ചൂടുവെള്ളത്തിലാണ് കുഴക്കേണ്ടത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് വെള്ളം തിളയ്ക്കുമ്പം ഇതും കുഴയ്ക്കാം. എന്നിട്ട് റൈസും വേവിക്കാൻ വയ്ക്കാം. റൊട്ടിക്ക് വേണ്ടി കുഴക്കണം. അതിനായിട്ട് കുറച്ച് ഉപ്പിടുക അതിലോട്ട്. കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചെറിയ ചൂടുണ്ട്, കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അരിയുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിനി അരി ഇട്ട് കൊടുക്കാം. ഞാൻ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്, അരി ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഉപ്പ്. ഇനി അരി ഇട്ട് കൊടുക്കും. ഇനി ഒന്ന് വേവണം. ഞാനൊരു സൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ഒരു ചിക്കൻ കറി, പിന്നെ പ്രോൺസ് ഫ്രൈ, പിന്നെ ഒരു ദാൽ കറി. അത് പക്ഷേ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ റൊട്ടിക്കുള്ള മാവ് കുഴച്ചിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റി വയ്ക്കും. നമ്മൾ ആദ്യം ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. സ്റ്റൗ ഓൺ ചെയ്യാം. ഇപ്പോൾ ഞാൻ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. 2-3 ടേബിൾ സ്പൂൺ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ ഗാർലിക്ക്, 1 ടീസ്പൂൺ ജിഞ്ചർ. ഇതൊന്ന് ജസ്റ്റ് ഈ ഓയിലിനകത്തൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ചെറിയ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് ചെറിയുള്ളി ചേർക്കുന്നത്. ചെറിയുള്ളി ഇടാം. റൈസ് വെന്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. നമ്മുടെ ഈ ചിക്കൻ കറിക്കുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി നന്നായിട്ട് വഴന്നു വരുന്നുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് സവാളയും കൊടുക്കും. നമുക്ക് ഇപ്പോഴത്തെ സ്റ്റൗവിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാം. ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത് ഇടാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലോട്ട് നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ബീൻസും, ക്യാബേജ്, പിന്നെ ക്യാരറ്റ്, കുറച്ച് പച്ചമുളക്. ഇതിലോട്ട് നമുക്കൊരു 2 മുട്ട പൊട്ടിച്ച് ഒഴിക്കും. തീ നല്ല കുറച്ചിട്ടേക്കുക. ഇതിലോട്ട് കുറച്ച് ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കും.
കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടുള്ളായിരുന്നു, ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ആദ്യം റൈസ് എന്തായാലും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കും. ചിക്കൻ കറിയുടെ സവാളയും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. നമുക്കിനി അതിലോട്ട് കുറച്ച് മുളക് പൊടി ചേർക്കും. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം, ശകലം വെള്ളം. ഇനി ഞാൻ തേങ്ങാപ്പാലാണ് ചേർക്കാൻ പോകുന്നത്. ഞാൻ തേങ്ങാപ്പാൽ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഉപ്പിടാം. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതാ തേങ്ങാപ്പാലിൽ കിടന്നൊന്ന് നന്നായിട്ടൊന്ന് വേവണം. അടച്ചു വെച്ച് വയ്ക്കണം. ഒരു സൂപ്പ് ഉണ്ടാക്കാൻ പോവാണ്, കോളിഫ്ലവറിൻ്റെ ഒരു സൂപ്പ്. അതും തേങ്ങാപ്പാലിൽ തന്നെ ചെയ്യുന്നത്. ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കോളിഫ്ലവർ മുറിച്ചിടാം. അതിലോട്ട് നമുക്ക് കുറച്ച് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളി, കുറച്ച് ഉപ്പ്. ചിക്കൻ ഏകദേശം വെന്ത് വരുന്നുണ്ട്. ഞാൻ ചെറിയ ഫ്ലെയിമിൽ ഇട്ടേക്കുന്നത്. നമുക്കിനി കുറച്ച് തേങ്ങാപ്പാൽ ഇടാം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കുരുമുളക് പൊടിയുണ്ട്, കുറച്ച് വെള്ളം കൂടെ. നമുക്കിനി ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കനൊക്കെ വെന്ത് വരുന്നുണ്ട്. ഇനി നമുക്കൊരു ദാൽ കറി ഉണ്ടാക്കിയെടുക്കണം. ഞാൻ സാധാ ദാലല്ല ഉണ്ടാക്കുന്നത്, ഒരു ഡ്രൈ ആയിട്ടുള്ള കറിയാണ്. ഇനി നമ്മൾ പ്രോൺസിൻ്റെ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം, വൃത്തിയാക്കിയെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കുറച്ച് നേരം ഒന്ന് ഇരിക്കണം. നമ്മുടെ സൂപ്പിനുള്ള കോളിഫ്ലവർ എന്തായാലും വെന്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് മാറ്റി വെക്കാം കുറച്ച് നേരം. ഇനി അടുത്ത ഉണ്ടാക്കാൻ പോകുന്നത് ദാൽ കറിയാണ്. ദാൽ ഡ്രൈ കറിയാണ്. ചിക്കൻ ലോ ഫ്ലെയിം കൊടുക്കാം നമുക്ക്. കുക്കർ ചൂടായിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിക്കാം. കുറച്ച് കടുക് ഇട്ടു. കുറച്ച് വെളുത്തുള്ളി. ഒരു തക്കാളിയുടെ പകുതി നീളത്തിലരിഞ്ഞു വെച്ചു. ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി. ഇനി വെള്ളം ഒഴിക്കാം. നമുക്കിനി ദാൽ പരിപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ്. നമുക്കിനി കുക്കറിന്ന് അടച്ചു വയ്ക്കാം. ഒരു രണ്ട് വിസിൽ ആകുമ്പോൾ നമുക്ക് നോക്കാം എന്തായി. ചിക്കൻ കുറച്ചുകൂടെ വേവാനുണ്ട്. നമുക്ക് ഈ ചിക്കൻ കറിയിലോട്ട് കുറച്ച് മസാല ഇട്ടു. നമുക്ക് ഈ പ്രോൺസ് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ സൂപ്പ് ഒന്ന് നോക്കാം. വിസിലൊക്കെ പോയിട്ടുണ്ട്. നല്ല തേങ്ങാപ്പാലിൻ്റെ ഒക്കെ ഒരു മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. ഒരുപാടങ്ങ് ഓവറായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്കൊന്ന് കടിക്കുന്ന രീതിയിൽ വെക്കണം. നമുക്കിനി ഇതിലോട്ട് ഒഴിക്കാം. കുക്കറിലോട്ട് തന്നെ തിരിച്ചൊഴിക്കാം. പ്രോൺസ് കുക്കായിട്ടുണ്ട്. നമുക്കിനി അത് മാറ്റി വയ്ക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം സൂപ്പിലോട്ട്. നേരത്തെ ഞാൻ ചേർത്തപ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി. ചിക്കൻ കറി ഏതാണ്ട് നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഈ ദാലൊന്ന് മാറ്റി വയ്ക്കാം. സൂപ്പിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ചിക്കൻ കറി ഓഫ് ചെയ്യാം. നമുക്കിനി ഇത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. കുറച്ച് ഓയിൽ ഒഴിക്കാം. അതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ജസ്റ്റ് സോട്ടായിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, കുറച്ച് ചുവന്നുള്ളിയും, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോഴേ നമുക്ക് ആ ദാൽ എന്തായെന്ന് നോക്കാം. നമ്മുടെ ദാലെല്ലാം വെന്തിട്ടുണ്ട്. ഇനി അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പെപ്പർ പൗഡർ, ശകലം മുളക് പൊടി. ഇനി ഇതിലോട്ട് കുറച്ച് അരച്ച തേങ്ങ ഒരു 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം.
ഇനി ഫ്രൈ ചെയ്ത പ്രോൺസ് നമുക്ക് അതിലോട്ട് ഇട്ടു. നമുക്ക് ഈ പ്രോൺസ് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. നമുക്ക് ഫിഷ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം. നമ്മുടെ പ്രോൺസും ആയിട്ടുണ്ട്, നമുക്കത് മാറ്റി വയ്ക്കാം. ദാലും റെഡി ആയിട്ടുണ്ട്, അത് മാറ്റി വയ്ക്കാം. കുറച്ച് ഓയിൽ ഒഴിക്കാം. ഫിഷ് കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചുവന്നുള്ളി വേണം, അത് നമുക്ക് അരിയാം. എണ്ണ ചൂടായി അതിലോട്ട് കുറച്ച് കടുക്, കുറച്ച് ഉലുവ, ചുവന്നുള്ളിയും സവാളയും വെച്ച് നമുക്കിനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്കിനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിക്കും. ആ അരപ്പിലോട്ട് തന്നെ മീനും കൂടെ പെറുക്കിയിടാം. കുറച്ച് ഉപ്പിടാം, കുടംപുളി ഇട്ട് കൊടുക്കാം. നമുക്കിനി ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് വെക്കാം. നമുക്കിനി റൊട്ടി ഉണ്ടാക്കിയെടുക്കാം. നമുക്കിനി ഇത് പരത്തിയെടുക്കാം നന്നായിട്ട്. നമുക്ക് ഈ ഷേപ്പിൽ നിന്ന് റൊട്ടി മുറിച്ചെടുക്കാം. ചുടാൻ വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് തീയിലൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചെടുക്കാം. നമുക്കിനി കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം ഈ റൊട്ടിയുടെ പുറത്ത്. ഫിഷ് ഫ്രൈ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 2 കഷ്ണം മീൻ എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് പെപ്പർ പൗഡർ, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇപ്പോൾ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അടുത്തായിട്ടൊരു സ്വീറ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, അത് ചെയ്യാൻ പോകാം. ഒരു പാനിലോട്ട് കുറച്ച് പാലൊഴിക്കാം. അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം, കുറച്ച് പഞ്ചസാര. ഇനി ഇതിലേക്ക് കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്തത്. അപ്പോൾ ഞാനിത് തയ്യാറാക്കിയ ശ്രീലങ്കൻ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഒരു ബൗളിൽ റൈസ് ഇടാം. ഇപ്പം ഞാൻ ഫ്രൈഡ് റൈസും വയ്ക്കുന്നുണ്ട്, പിന്നെ പ്ലെയിൻ റൈസും വയ്ക്കുന്നുണ്ട്. ഇതിന് കൂടെ നമുക്ക് പ്ലെയിൻ റൈസും കൂടെ വയ്ക്കാം. അത് ദാല്, പിന്നെ നമ്മുടെ പ്രോൺസ്, ചിക്കൻ കറിയാണ് അടുത്ത് ഞാൻ വെച്ചത്. നമുക്ക് അടുത്ത ഫിഷ് കറി വയ്ക്കാം. ഫിഷ് ഫ്രൈ ആണ്, അത് നമുക്ക് വയ്ക്കാം. നമുക്കിനി പൈനാപ്പിളിലെ സ്വീറ്റ് വയ്ക്കാം. അങ്ങനെ ഞങ്ങളുടെ സെമി ഫൈനൽ റൗണ്ടായ ശ്രീലങ്കൻ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ജഡ്ജസിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ജോലി തുടങ്ങും. ടേസ്റ്റ് നമ്മളൊരു ജിഞ്ചർ ജ്യൂസ് അല്ലേ, തുടക്കത്തിൽ നമ്മൾ ഇഞ്ചി നീരൊക്കെ കുടിപ്പിച്ച് വയറൊക്കെ സെറ്റ് ചെയ്യുവാണ്. സോ ദാറ്റ് നമ്മൾക്ക് അത്യാഹിതമൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഓക്കെ, ഇഞ്ചിയുടെ ടേസ്റ്റ് തന്നെയാണ്, ഇഞ്ചി നീര് തന്നെയാണ് കൂടുതലും ജിഞ്ചർ ഫ്ലേവർ. കറക്റ്റ്. ഇത് സൂപ്പ് അല്ലേ, ഇതൊരു വെജ് സൂപ്പ് തന്നെയല്ലേ? ആ, വെജ്. നോട്ട് ഗുഡ്. സാധാരണ അങ്ങനെ പറയാറില്ല ഞാൻ, ടോട്ടലി ഔട്ട്റൈറ്റായിട്ട് കൊള്ളില്ല എന്ന് പറയാറില്ല. പക്ഷേ ഈ സൂപ്പിന് എന്തൊക്കെയോ പ്രശ്നം. ക്രീം ബേസ് അങ്ങനെ ഒരു പച്ച ടേസ്റ്റോ ഏതാണ്ടൊക്കെ പോലെ, എനിക്കൊന്നും മനസ്സിലാവണില്ല. ഒരു ബ്ലാക്ക് ആയിട്ടുള്ള അല്ല, ഒരു സോസ് എടുത്ത് തരുന്ന പോലെ. ഒന്നുമില്ല അതിനകത്ത്, ഒന്നുമില്ലാത്തൊരു ഫീലിംഗ്. ഫിഷ് റൈസ് ഒന്നും തോന്നരുത്, അത് പെട്ടെന്ന് വന്നൊരു എക്സ്പ്രഷനാണ്. സാധാരണ പറയാറില്ല, നമ്മൾ സാധാരണ പറയാറില്ല. ബട്ട് സോറി.
This is fried rice. റൈസ് കൊള്ളാം. ഫിഷ് കറി അല്ലേ ഇതാ? ഡ്രൈ ആയിട്ടാണല്ലേ? ആ കുറച്ച് ഗ്രേവി ആയിരുന്നു, ഇതൊക്കെ സെറ്റായി. നമ്മുടെ കുടംപുളിയൊക്കെ ഇട്ട് തന്നെയാണോ അവർ ചെയ്യുന്നത്? ഞാൻ നോക്കിയ റെസിപ്പിയിൽ കുടംപുളി എടുക്കും. കുടംപുളി എന്നാണ് ചെയ്യുന്നത്. ഈ ഫ്രൈഡ് റൈസ് ജിഞ്ചർ ഗാർലിക് അങ്ങനെ കട്ട് ചെയ്ത് ചോപ്പ് ചെയ്തിട്ടാണോ അതോ പേസ്റ്റ് ചേർത്ത്? പേസ്റ്റ് ചേർത്ത് അല്ലേ? ഫിഷ് ഫ്രൈഡ് സ്പെഷ്യാലിറ്റി എന്താ? കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. നല്ല ഉപ്പും ഉണ്ട് കേട്ടോ. തേങ്ങയും തേങ്ങാപ്പാലും അത് നമ്മൾ ശ്രീലങ്കക്കാരുമായിട്ടുള്ള സിമിലാരിറ്റി, നമ്മുടെ ഫുഡും അവരുടെ ഫുഡുമായിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള രീതി. പക്ഷേ അല്ലാതെ അവർക്ക് സ്പെഷ്യലായിട്ടുള്ള മസാലാസ് വ്യത്യാസമാണ് മേക്കിങ്ങിൽ. ചിക്കനൊക്കെ കൊള്ളാം, ടേസ്റ്റൊക്കെ ഉണ്ട്. ഇതിനും സോൾട്ട് എല്ലാത്തിനും ഉപ്പ് കയറിയില്ല. ദാൽ റൊട്ടി പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ലല്ലോ. റൊട്ടി വയറ് ഫുള്ളായി. ഡെസേർട്ടാണോ? ശരിയാണ്. അങ്ങനെ നമ്മളുടെ സെമി ഫൈനൽ റൗണ്ടും കഴിഞ്ഞിരിക്കുവാണ്. എന്ത് തോന്നുന്നു സ്വന്തമായിട്ട്? കുറച്ച് കൂടുതൽ ഐറ്റംസ് ഉണ്ടാക്കിയ ആൾക്കാരുണ്ടായിരുന്നു, കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കിയ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എണ്ണത്തിലല്ല കാര്യം, ടേസ്റ്റും പിന്നെ അതിൻ്റെ ഒരു കണ്ടൻറ്റ് എന്താണ് നമ്മൾ ഉദ്ദേശിച്ച തീമായിട്ട് പോയോ ഇല്ലെന്ന്. ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി വെക്കാം ആൾക്കാർ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്യാനായിട്ട്, പക്ഷേ അതിന് കാര്യമില്ല. കുറച്ച് ടു ദ പോയിന്റ് ആയിരിക്കണം കാര്യങ്ങൾ. ചിലതൊക്കെ ശ്രീലങ്ക കിട്ടി, ചിലക്ക് എവിടെയോ ശ്രീലങ്ക വന്നു. അതെ, സൈഡിൽ കൂടിയൊക്കെ പോയി. ചില ഐറ്റംസ് നല്ലതായിരുന്നു, ചിലത് മോശമായിരുന്നു. ചിലത് ഫ്യൂഷൻ ആയിപ്പോയി, ചൈനീസും കുറച്ച് കയറി വന്നു. എന്തൊക്കെയോ എല്ലാവരും നെറ്റിനെ ആശ്രയിക്കുകയും അതിൽ പറഞ്ഞിരിക്കുന്ന അതുപോലെ റിപ്ലിക്ക ഉണ്ടാക്കുക. അശ്വതി അത് ചെയ്യാൻ നോക്കിയിട്ട് ചമ്മന്തി ആയിപ്പോയി നമ്മളുടെ ഓർഡിനറി. തേങ്ങ ഉണക്കമീൻ വിട്ടുപോയി. 2-3 പേര് അത് ഉണ്ടാക്കിയിരുന്നു അല്ലേ? യോസൽ, സ്മിത, 2 people. 3 പേരുണ്ടാക്കാൻ നോക്കിയാൽ വെച്ചാൽ അങ്ങനെ. പിന്നെ ഡെസേർട്ടിൻ്റെ ഒരു കുറവ് ഒരാൾക്കുണ്ടായിരുന്നു, ഡെസേർട്ട് സ്കിപ്പ് ചെയ്തു. പക്ഷേ മെയിൻ കോഴ്സ് വാസ് ഗുഡ്. പിന്നെ എല്ലാവരും തന്നെ ഒരു ഫ്രൂട്ട് കസ്റ്റേർഡ് പോലെ ഒരു ഫ്രൂട്ട് സലാഡ് മാതിരി ട്രോപ്പിക്കൽ ഫ്രൂട്ട് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കി ടിപ്പിക്കലായിട്ടുള്ളൊരു ഡെസേർട്ട് ഉണ്ടാക്കിയ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അങ്ങനെ എല്ലാവർക്കും മൈനസും പ്ലസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും മിക്സ്ചറാണ്. പക്ഷെ നമുക്കിപ്പോൾ ഓരോ സ്റ്റേജിലാണ് നിൽക്കുന്നത്. സെമി ഫൈനൽ റൗണ്ടും കൂടെ. അതെ, ഇതൊന്നും എല്ലാവരെയും ഫൈനൽസിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഓൺലി ഇഫ് യു 6 പേരിൽ നിന്നും 4 people, 4 പേരെ മാത്രമേ ഫൈനൽസിലേക്ക് ഞങ്ങൾ. സോ ആരായിരിക്കും? ഈ ഒരു സ്റ്റേജ് വരെ എത്തി എന്നുള്ളത് വലിയ സന്തോഷിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നോ ഹാർഡ് ഫീലിങ്സ്, വിഷമമൊന്നും തോന്നേണ്ട കാര്യമില്ല. ഇത് കോമ്പറ്റീഷൻ്റെ ഭാഗമാണ്. എല്ലാവർക്കും എല്ലാം ഫൈനൽ വരെ എത്താൻ പറ്റണം എന്നില്ല. എത്തിയാലും അവിടെ എത്തുമ്പോഴും 1, 2, 3 ആൾക്കാരല്ലേ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എടുക്കുള്ളൂ. എല്ലാവരും കൂടി ഒന്നാം സമ്മാനത്തിലേക്ക് വരില്ലല്ലോ അല്ലേ? എപ്പോഴും ഉള്ള ഇതാണ് ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ. ടുവേർഡ്സ് എൻഡ് ഏറ്റവും അവസാനം 1ാം സമ്മാനം വാങ്ങിക്കുന്ന ആളൊഴിച്ച് ബാക്കി എല്ലാവരും ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നവർ ഹാപ്പി, സെക്കൻഡ് ആകുന്ന ആൾ വിചാരിക്കും എനിക്ക് 1ാം സമ്മാനം കിട്ടിയില്ലല്ലോ, 3ാം സമ്മാനം കിട്ടുന്ന ആൾ വിചാരിക്കും എനിക്ക് 2ാം സമ്മാനം കിട്ടിയില്ലല്ലോ. സോ എൻഡ് ഓഫ് ദി ഡേ അവർ ഹാപ്പി ആയിരിക്കില്ല. ആൻഡ് സെമി ഫൈനൽ വരുന്നവർക്ക് എന്നെ എന്തുകൊണ്ട് ഫൈനൽസിലേക്ക് വരാൻ പറ്റിയില്ല, ഞാൻ വന്നില്ല. അപ്പോൾ അതുവരെ നമ്മൾ നിങ്ങളെ ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ഇതിനെ കൊണ്ടുപോകുമ്പോഴും നിങ്ങൾ കുറച്ചൊരു റിഗാർഡോട് കൂടി ആലോചിക്കണം. ഇതുവരെ ഉണ്ടായിരുന്ന റൗണ്ട്സിനെ കുറിച്ചും നിങ്ങൾക്ക് ഞങ്ങൾ തന്നിട്ടുള്ള എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത്തരം. കറക്റ്റ്. ഈ 6 പേര് തന്നെ നോക്കുവാണെങ്കിൽ ചിലവരെ ഒരു ഫസ്റ്റ് 3 റൗണ്ട്സ് തന്നെ ഔട്ടാവാൻ സാധ്യതയുള്ള ആൾക്കാരുണ്ടായിരുന്നു. ചിലവരെ നമ്മൾ മാഡമൊക്കെ ചേർത്ത് ശരിക്കും ബൂസ്റ്റ് ചെയ്ത് ടോൺ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ഫൈൻ ട്യൂണിങ് എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പോൾ തുടക്കത്തിലുണ്ടായിരുന്ന പോലെ അല്ല, ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്, ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. ഒരു പക്ഷേ ഞങ്ങൾ പറയുന്ന തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയതിൽ നിന്നും ഉണ്ടായതാകാം. അങ്ങനെ അപ്പോൾ ഇത് നിങ്ങളുടെ ലൈഫിൽ ഇനി ഇപ്പോൾ ഇതിൽ സമ്മാനം വാങ്ങുക എന്നുള്ളതിനപ്പുറത്തേക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇനിയും കൂടുതൽ പഠിക്കാനുമുള്ളൊരു പ്രേരണയാണ്. അപ്പോൾ അത് അതിൻ്റെ പോസിറ്റീവ് സെൻസിലെടുക്കുക, പോസിറ്റീവ് സ്പിരിറ്റാണ് വേണ്ടത്. ഇതിൽ നിന്ന് ഔട്ടായി എന്ന് പറഞ്ഞാൽ അതൊരു ജീവിതത്തിൻ്റെ അവസാന വാക്കല്ല. ഒന്നും ഒരു ഔട്ട് ഇന്നൊന്നും ഇല്ലല്ലോ. ലൈഫിൽ എപ്പോഴും നമ്മുടെ വിജയം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. ആർക്കും നമ്മളെ ഔട്ടാക്കാനൊന്നും പറ്റില്ല അല്ലേ?
ജീവിതത്തിൽ നിന്ന് നമ്മളെ ഔട്ടാക്കാൻ പറ്റും. അത് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊരു കോമ്പറ്റീഷൻ. യു ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ്. ജസ്റ്റ് എ കോമ്പറ്റീഷൻ. മത്സരത്തിൻ്റെ സ്വഭാവം. പരീക്ഷ എഴുതുമ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് റാങ്ക് കിട്ടാറില്ലല്ലോ, ഉണ്ടോ? അങ്ങനെ യൂത്ത് ഫെസ്റ്റിവൽസ് ഉണ്ട്. സോ മെനി തിങ്സ്. കോമ്പറ്റീഷൻ ഈസ് കോമ്പറ്റീഷൻ. ആ സ്പിരിറ്റിൽ ചിലപ്പോൾ ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയായിരിക്കാം. നമ്മളിതിന് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും 1, 2, 3 ഒക്കെ ആകുന്നവരെയോ നമ്മൾ അതിനെക്കാട്ടി മിടുക്കുണ്ടായിരുന്നില്ലേ എന്ന് തോന്നാം. മിടുക്കുണ്ടായിരുന്നിരിക്കാം, പക്ഷേ ആ പർട്ടിക്കുലർ ഡേയിൽ ചിലപ്പോൾ നമ്മുടെ പെർഫോമൻസ് മോശമായിരുന്നു. ഈ 6 പേര് വന്നിരിക്കുന്നതും കുക്കിങ്ങിൽ ഭയങ്കര പാഷനറ്റ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കുക്കിംഗ് ലെവൽ നോക്കുവാണെങ്കിൽ, ഗ്രാഫ് നോക്കുവാണെങ്കിൽ, ഫ്രം ദ ബിഗിനിങ് നോക്കുവാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ഗ്രാഫ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും 6 പേരുടെയും കൂടിയിരിക്കുകയാണ്. സോ യു ആർ ബീൻ ടേൺ ടു വെരി കോൺഫിഡൻറ്റ് കുക്സ് ആക്ച്വലി. ഇല്ലേ? ആയില്ലേ? ആ കോൺഫിഡൻസ് വന്നില്ലേ? അറ്റ്ലീസ്റ്റ് അത്രയൊക്കെ ചെയ്യാനുള്ളൊരു ധൈര്യം ഉണ്ടാകും. ഇപ്പം ഇനി എന്ത് ഫേസ് ചെയ്യാന്നുള്ളൊരു നാളെ ഒരു 10 പേരോ 20 പേര് ഗസ്റ്റ് വീട്ടിൽ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ നാളെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുവാണെങ്കിൽ, അല്ലെങ്കിൽ നാളെ നിങ്ങൾ ഡൈവേഴ്സിഫൈ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കോൺഫിഡൻസ് ഈ ഷോയിൽ കൂടെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാം അറിയപ്പെടുന്ന മുഖങ്ങളായി കഴിഞ്ഞു. പുറത്തിറങ്ങിയാൽ ആൾക്കാർ തിരിച്ചറിയുന്നു, ഇല്ലേ? ഓക്കെ. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ പ്ലസ്സാണ്. അപ്പോൾ പ്ലസ് ആൻഡ് മൈനസ് വെയ് ചെയ്ത് നോക്കുക. വെയ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് പ്ലസ് മാത്രമായിരിക്കും കൂടുതൽ. നെഗറ്റീവ് ഇസ് വെരി ലിറ്റിൽ. ഔട്ട് ആകുന്നു എന്നുള്ളൊരു നെഗറ്റീവാണ് ആകെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ എടുത്ത എഫേർട്ടിന് നിങ്ങൾക്ക് ഇതുവരെയുള്ള എപ്പിസോഡ്സിലൂടെയും റൗണ്ട്സിലൂടെയും ഒരുപാട് കാര്യങ്ങൾ കിട്ടിയെന്നാണ്. അപ്പോൾ ഇനി ഞങ്ങൾ പറയാൻ പോവാം. അപ്പോൾ ഇത് ഇത്രയും പറഞ്ഞത് നിങ്ങളെ ഒന്ന് മാനസികമായി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. മെൻ്റലി പ്രിപ്പയർ ചെയ്യുകയാണ്. ഞങ്ങൾക്ക് പറയുമ്പോൾ അതങ്ങനെയല്ലേ പറയുന്നത്. നമുക്ക് നല്ലതാണ്. ഇതൊക്കെ ഒരു നല്ല കാര്യത്തിന് ചെയ്യുന്ന കാര്യം പിന്നെ കൂടുതൽ ശത്രുക്കളെ ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകരുത്. അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ സെലക്ഷൻ ഓരോരുത്തരായിട്ട് വിളിക്കാം അല്ലേ? ഫൈനൽസിലേക്ക് രശ്മി, സെക്കൻഡ് ഒരാൾ നകുൽ, തേർഡ് ഒരാളെ കൂടി വിളിക്കുന്നു അശ്വതി. അശ്വതിക്ക് എന്തോ അശ്വതിക്കൊരു ഷോക്ക് എന്ന് വെച്ചാൽ അശ്വതി പ്രതീക്ഷിക്കുന്നില്ല. Ashwati and one more. And one more person. One is Chinnu, then Aromal and Smita. ഈ 3 പേരിൽ ഇതിൽ ഒരാളും കൂടി ഇപ്പുറത്തേക്ക് വരും. നിങ്ങളെല്ലാം ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കി, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ. ആൻഡ് വൺ മോർ പേഴ്സൺ. അധികം ദീർഘിപ്പിക്കുന്നില്ല, സ്മിത. ഒരു സൈഡ് ഇങ്ങനെ ചരിഞ്ഞു പോയെങ്കിലും ഒരു ചെറിയൊരു ഉളുക്ക് വീണിട്ട് മോശമില്ലാണ്ടൊക്കെ ഉണ്ടാക്കി. വളരെ കുറച്ചായിട്ട് ഉള്ളത് നന്നായിട്ട് ചെയ്തു. നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു, പക്ഷേ അതിനൊരു പെർഫെക്ഷൻ ഇല്ല. അതുകൊണ്ട് മാത്രം. ആൻഡ് ചിന്നുവിൻ്റെ എന്താ പറയുക, ഫാമിലി റൗണ്ട് വാസ് എക്സലൻറ്റ്. സദ്യയൊക്കെ നന്നായിട്ട് ചെയ്തു. ഒരു സമയം പിന്നെ ഇന്നത്തെ എടുത്ത് പറയാം, നിങ്ങൾ സമയം കീപ്പ് ചെയ്ത ആൾക്കാരാണ്. യുവർസെൽഫ് ഏറ്റവും ആദ്യം തീർന്നത് ചിന്നുവാണെന്ന് പറഞ്ഞു. പിന്നെ ആരോമലും ഫാസ്റ്റായിട്ട് ചെയ്തു. ഈ തിങ് വാസ് നൈസ്. ആരോമലിൻ്റെ കുറേ ഐറ്റംസ് നല്ലത് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അമ്മച്ചിയമ്മയുടെ കുറേ സ്പെഷ്യാലിറ്റി ഡിഷസ്. വലിയ എക്സ്പേർട്ട് അല്ലെങ്കിലും 4 കാലിൽ വീഴുന്ന ഒരാളായിരുന്നു ആരോമൽ. എങ്ങനെയൊക്കെയോ ലക്കും കുറച്ച് കൈപുണ്യമൊക്കെ ഉണ്ട്. ചിന്നുവിനും ഒരുപാട് കഴിവുണ്ട്, ടാലൻ്റ് ഉണ്ട്. ബോത്ത് ഓഫ് യു ഇനിയും ഒരുപാട് പഠിക്കണം. ഓക്കെ, വർക്ക് ഓൺ ദിസ്. എന്തായാലും ഇതുവരെ നിങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ നിങ്ങൾ 4 പേരും ദ ലക്കി 4 പൗള കിച്ചൺ മാജിക് സീസൺ 3യുടെ ഫൈനലിസ്റ്റുകളാണ്. അപ്പോൾ ഫൈനൽ റൗണ്ടിൽ വെച്ച് കാണാം.